ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നവർ എന്ന നിലയിൽ RSSുമായി ചർച്ച നടത്തേണ്ടി വരുമെന്നാണ് ജമാഅത്തെ ഇസ്ലാമി ദേശീയ ജനറൽ സെക്രട്ടറി ടി ആരിഫ് അലി വ്യക്തമാക്കിയിരിക്കുന്നത്. ചർച്ചയുടെ ഒന്നാം ഘട്ടമാണ് കഴിഞ്ഞത്. ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചതുകൊണ്ടാണ് ചർച്ചയിൽ പങ്കെടുത്തത്. വിദ്വേഷ പ്രസംഗം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയിൽ ഉന്നയിച്ചു. ജനാധിപത്യ രാജ്യത്ത് ചർച്ചകൾ ആവശ്യമാണെന്നും ടി ആരിഫ് അലി ഫേസ്ബുക്കിൽ കുറിച്ചു. അശ്വിൻ വല്ലത്ത് ചേരുന്നു. അശ്വിൻ, രാഷ്ട്രീയപരമായി നിർണായകമായിട്ടുള്ള ചില നീക്കങ്ങളിലേക്ക് കടക്കുന്നു എന്ന് തന്നെ വേണം വ്യക്തമാക്കാൻ. ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിനകത്ത് വ്യക്തമാക്കുന്ന കാര്യങ്ങൾ എന്താണ്? അപർണ, ഇക്കഴിഞ്ഞ ജനുവരി 14-നാണ് RSS നേതൃത്വവുമായി ജമാഅത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ചർച്ചകൾ നടത്തിയത്. ഈ ചർച്ചകൾ നേരത്തെ തന്നെ തുടർന്നു വന്ന മോഹൻ ഭഗവത്തുമായൊക്കെ തന്നെ നേരത്തെ നടന്ന ചർച്ചകളുടെ തുടർച്ചയായിരുന്നു ഈ ചർച്ചയും. ഈ ജനുവരി 14-ന് മുൻപ് SY ഖുറേഷി മുഖാന്തരം, മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ SY ഖുറേഷി മുഖാന്തരം RSS നേതൃത്വം ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടിരുന്നു. അങ്ങനെ ആ ബന്ധപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് ചർച്ചയ്ക്ക് ആളുകളെ നിശ്ചയിക്കുന്നു. 4 അംഗ സമിതിയെ ജമാഅത്തെ ഇസ്ലാമി നിശ്ചയിക്കുന്നു. അങ്ങനെയാണ് ഈ ചർച്ച നടന്നത്. അത് അടച്ചിട്ട മുറിയിലെ ചർച്ചയൊന്നുമായിരുന്നില്ല ഇപ്പോഴുയർന്ന വിമർശനങ്ങൾ പോലെ. അത് വളരെ തുറന്ന ഒരു ചർച്ചയായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ RSSന് മുന്നിൽ ഉന്നയിച്ചു തുടങ്ങിയ വിശദീകരണമാണ് ഇക്കാര്യത്തിൽ ടി ആരിഫ് അലി, ജമാഅത്തെ ഇസ്ലാമിയുടെ ദേശീയ സെക്രട്ടറി ജനറൽ, ഇപ്പോൾ നടത്തുന്നത്. ഇങ്ങനെ ടി ആരിഫ് അലി ഒരു ഫേസ്ബുക്ക് പോസ്റ്റുമായി രംഗത്ത് വരാനുണ്ടായ സാഹചര്യം, ജനുവരി 14-ന് ചർച്ച നടന്നതിന് ശേഷം വിവിധ മുസ്ലിം സംഘടനകളും മറ്റും ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു. പലപ്പോഴും RSSന്റെ കടുത്ത വിമർശകരാവുകയും എന്നാൽ ജമാഅത്തെ ഇസ്ലാമി നേരിട്ട് RSSുമായി ചർച്ച നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഒരു വിമർശനം. മറ്റൊന്ന്, ഈ മുസ്ലിം സംഘടനകളുടെ വേദികളിൽ RSS നേതാക്കളോ അല്ലെങ്കിൽ സംഘപരിവാർ നേതാക്കളോ എത്തുമ്പോൾ ആദ്യം വിമർശനം ഉന്നയിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി തന്നെ ഈ RSSുമായി നേരിട്ട് ചർച്ചയ്ക്ക് പോയി എന്നുള്ള നിലയ്ക്കുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. ഇതിനൊക്കെയുള്ള മറുപടി എന്ന നിലയ്ക്കാണ് ടി ആരിഫ് അലി ഇപ്പോഴൊരു വിശദീകരണവുമായി വരുന്നത്. ആരിഫ് അലി പറയുന്നത്, ഈ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത്, ഇന്ത്യൻ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നത് RSS ആണ്. ആ നിലയ്ക്ക് RSSുമായി ചർച്ചകൾ നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരു ജനാധിപത്യ സമൂഹത്തിൽ ചർച്ചകളിലൂടെയും സംവാദങ്ങളിലൂടെയും കൂടെ വേണം സംവദിക്കാൻ. എതിർപ്പ് മാത്രമല്ല ഒരു ജനാധിപത്യ രാജ്യത്ത് കാണിക്കേണ്ടത്. ആ കാര്യത്തിൽ ചർച്ചകൾ കൂടെ നടക്കേണ്ടതുണ്ടെന്ന് ആരിഫ് അലി പറയുന്നു. പൊതുവെ നേരത്തെയും RSSുമായി പല ഘട്ടത്തിലും പല സംഘടനകളും ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. CPM കണ്ണൂരിലെ ഈ കൊലപാതക രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് CPM ചർച്ചകൾ നടത്തിയിരുന്നു. ശ്രീ എം എന്ന ആത്മീയ ആചാര്യന്റെ അധ്യക്ഷതയിലൊക്കെ തന്നെ, അദ്ദേഹത്തിന്റെ മധ്യസ്ഥതയിലൊക്കെ അങ്ങനെ CPM ചർച്ചകൾ നടത്തിയിരുന്നു. പക്ഷേ വിമർശകർ ഉന്നയിക്കുന്ന ഒരു കാര്യം, അങ്ങനെ CPM ചർച്ചകൾ നടത്തിയ സമയത്ത് പോലും ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യത്തിലൊക്കെ വിമർശനം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി തന്നെ നേരിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ ഈ സംഘടനയ്ക്കെതിരെ, ജമാഅത്തെ ഇസ്ലാമിക്കെതിരെ വരുന്നുണ്ട്. ആ വിമർശനങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി ഈ കാര്യത്തിൽ ഒരു വിശദീകരണവുമായി രംഗത്തെത്തുന്നത്. ഇന്നലെ രാത്രിയാണ് ടി ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് വരുന്നത്. ഇന്നലെ ഒരു ദേശീയ മാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം ഈ കാര്യങ്ങൾ വിശദമാക്കുന്നുണ്ടായിരുന്നു. ഈ തരത്തിൽ എന്തുകൊണ്ടാണ് ഈ RSSന്റെ കടുത്ത വിമർശകരായ ജമാഅത്തെ ഇസ്ലാമി ഇങ്ങനെയൊരു ചർച്ചയിൽ പങ്കെടുത്തതെന്നുള്ള ചോദ്യത്തിന് ജമാഅത്തെ ഇസ്ലാമിയുടെ മുൻ കേരള അമീറും അതേപോലെ തന്നെ ഇപ്പോഴത്തെ ദേശീയ സെക്രട്ടറി ജനറലുമായിട്ടുള്ള ആരിഫ് അലി നടത്തുന്ന വിശദീകരണം ഇങ്ങനെയൊക്കെയാണ്. ഈ തരത്തിൽ രാജ്യത്തിന്റെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയ്ക്ക് RSSുമായി ചർച്ചകൾ നടത്താതെ മുന്നോട്ടേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് അത്തരം ചർച്ചകൾ അനിവാര്യമാണ്. ഇപ്പോൾ ചർച്ചയുടെ ഒന്നാം ഘട്ടം മാത്രമാണ് ഇപ്പോൾ പിന്നിട്ടിരിക്കുന്നത്. ഇനി മുൻനിര നേതാക്കൾ പങ്കെടുക്കുന്ന ചർച്ചകൾ ഇനിയും ഉണ്ടാവും എന്നുള്ള കാര്യം കൂടി ടി ആരിഫ് അലി പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു അവസാനിച്ച ചർച്ച മാത്രമല്ല, ഇതിനിയും ഒരു തുടർച്ചയുള്ള പ്രക്രിയ തന്നെയായിരിക്കും ഈ ചർച്ച എന്നുള്ള കാര്യത്തിൽ കൂടി ടി ആരിഫ് അലി പറയുന്നു. മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത്, ഈ വിദ്വേഷ പ്രസംഗവും അതേപോലെ തന്നെ വംശഹത്യയും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ RSS നേതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. ഒപ്പം തന്നെ കാശി മധുര മസ്ജിദ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചു. പക്ഷേ ഈ RSS നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഈ കാശി മസ്ജിദ് വിഷയത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവണം എന്നൊക്കെ ആവശ്യപ്പെട്ടിരുന്നു എന്ന് ഈ അഭിമുഖത്തിൽ ടി ആരിഫ് അലി പറയുന്നുണ്ട്. പക്ഷേ അത് കോടതിയുടെ പരിഗണനയുള്ള വിഷയമായതുകൊണ്ട് തന്നെ ചർച്ചയ്ക്ക് വരേണ്ടതില്ലെന്നുള്ള നിലപാടാണ് ആ കാര്യത്തിൽ സ്വീകരിച്ചതെന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാക്കൾ പറയുന്നുണ്ട്. ഈ തരത്തിൽ ഇനിയും ചർച്ചകൾ RSSുമായി ഇനിയും നടത്തേണ്ടി വരും എന്ന് തന്നെയാണ് ടി ആരിഫ് അലി വ്യക്തമാക്കുന്നത്. റൈറ്റ്, അശ്വിൻ വല്ലത്താണ്. ഏതായാലും RSSുമായി ഇനിയും ചർച്ച നടത്തിയേ തീരൂ എന്ന് കൂടി വ്യക്തമാക്കി കൊണ്ടാണ് ആരിഫ് അലിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഉള്ളത്.